വെൽക്കം ടു അവർ ചാനൽ എജു ഈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കൊണ്ടുവരുന്നത് പ്ലസ് ടുവിലെ ഇംഗ്ലീഷിൻ്റെ ഒരു പോയമായ സ്റ്റാമർ എന്ന് പറഞ്ഞൊരു പോയം, അതിൻ്റെ സമ്മറിയും എല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് കാണിക്കുന്നത്. സ്റ്റാമർ എഴുതിയിരിക്കുന്നത് കെ സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ ആളാണ്. നമുക്ക് ഓഥറിനെ പറ്റി, എബൌട്ട് ദ ഓഥർ ഒന്ന് നോക്കാം. K. Sachidanandan was born in 1946 in Pullot, a village in Thrissur district. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു കൊച്ചു ഗ്രാമം പുല്ലൂട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ 1946 ആണ് കെ സച്ചിദാനന്ദൻ ജനിച്ചത്. ഹി റൈറ്റ്സ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട്, റൈറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹി ഈസ് നോൺ ആസ് എ പൈനിയർ ഓഫ് മോഡേൺ പോയട്രി ഇൻ മലയാളം. വാട്ട്സ് ദ മീനിങ് ഓഫ് പൈനിയർ? പൈനിയർ മീൻസ് എ മുൻഗാമി കേട്ടോ. അപ്പോൾ എന്താണ്, മലയാളത്തിൻ്റെ മോഡേൺ പോയട്രിയുടെ ഒരു മുൻഗാമി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഹീസ് എ ക്രിറ്റിക്, ലിറ്റററി കോളംനിസ്റ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ. ഹീസ് എ ക്രിറ്റിക്, അദ്ദേഹം ഒരു വിമർശകനാണ്. ലിറ്റററി കോളംനിസ്റ്റ്, സാഹിത്യപരമായ രചയിതാവായിട്ടൊക്കെ നമുക്ക് പറയാം. ആൻഡ് ട്രാൻസ്ലേറ്റർ, ഇപ്പം മലയാളത്തിലൊരു പോയം എഴുതി കഴിഞ്ഞാൽ മലയാളത്തിൽ അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ആളും കൂടെ ആയിരുന്നു. ഹി വാസ് ദ സെക്രട്ടറി ഓഫ് സാഹിത്യ അക്കാഡമി. സാഹിത്യ അക്കാഡമിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്ത് പങ്കുചേർന്നിട്ടുണ്ട്. പിന്നെ ഹി വാസ് എ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2011. അദ്ദേഹം നോബൽ പ്രൈസ് വിന്നറൊക്കെ ആയി മാറുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ് സ്റ്റാമർ. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റാമർ മീൻസ് എന്താണ്, വിക്ക് എന്നാണ് കേട്ടോ. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പോയത്തിൻ്റെ പേര് സ്റ്റാമറാണ്. അപ്പോൾ സ്റ്റാമർ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, സ്റ്റാമർ ഈസ് എ സീരിയസ് പ്രോബ്ലം ഫോർ സം പീപ്പിൾ ഹു ഹാവ് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി സ്പീക്കിംഗ്. അല്ലേ, നമുക്കറിയാം എന്താണ് സംസാരിക്കാൻ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വൈകല്യം, അടുത്ത് നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റാമർ എന്ന് പറയാം. അത് ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ്, നമ്മൾ വിക്കെന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് എന്ത് സ്റ്റാമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സീരിയസ് പ്രോബ്ലം, അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഫോർ സം പീപ്പിൾസ്, എല്ലാവർക്കും അത് വരണമെന്നില്ല, വളരെ കുറച്ച് ആൾക്കാർക്കേ കാണത്തുള്ളൂ. ഹു ഹാവ് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി സ്പീക്കിംഗ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാമർ എന്ന് പറയുന്നത്. നമുക്ക് പോയത്തിലേക്ക് കടക്കാവേ. എ സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. എന്താണ് പറഞ്ഞേക്കുന്നത്, സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, വിക്ക് എന്ന് പറഞ്ഞതൊരു വൈകല്യമല്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്, അതെന്താണ്, അത് വർത്തമാനത്തിൻ്റെ ഒരു രീതിയായിട്ടാണ് ആര് കാണുന്നത്, നമ്മുടെ പോയറ്റായ കെ സച്ചിദാനന്ദൻ കാണുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. എ സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്, എ സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിൽ വരുന്ന എന്താണ് ഒരു സൈലൻസ്, ഒരു മൗനമാണ് എന്ത് പറഞ്ഞത്, സ്റ്റാമർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ വരുന്ന ഒരു മൗനം, ഒരു സൈലൻസിനെയാണ് ഇവിടെ കവി എന്ത് സ്റ്റാമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആസ് ലേംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. എന്താണ് ലേംനെസ് മീൻസ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ മുടന്തെന്ന് പറയത്തില്ലേ, മുടന്ത് എന്ന് പറഞ്ഞത് ഒരു വേർഡിനെയും പിന്നെ ഡീഡ് മീൻസ് എന്താണ്, പ്രവൃത്തിയുടെയും ഇടയ്ക്ക് വരുന്ന മൗനമായിരിക്കുന്നത് പോലെ തന്നെയാണ് എന്ത്, നമ്മുടെ ഈ ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിൽ ഇടയ്ക്ക് വരുന്ന ഒരു മൗനമായിട്ട് നമ്മുടെ വിക്കിനെ പറയുന്ന കൂട്ട്. അപ്പോൾ വിക്കും മുടന്തുവിനെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ് കവി, അവിടെ ആസ് എന്ന് പറഞ്ഞൊരു ടേമുമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആസ് എന്ന് പറഞ്ഞാൽ ഒരു സിമിലി മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനോടൊന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഉപമിച്ചിരിക്കുകയാണ്. ലൈക്ക്, ദാൻ, ആസ് എന്നുള്ള വാക്കുകളൊക്കെ ചേർത്താൽ നമ്മൾ സിമിലി എന്ന് പറയും. അപ്പോൾ ഇവിടെ പോയിട്ട് ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് എന്ത് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഏതൊക്കെ തമ്മിലാണ്, ഇവിടെ മൊടന്ത് എന്ന് പറഞ്ഞാൽ ഏത് വാക്കാണ്, മൊടന്തിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് എന്ത്, ലേംനെസ്. അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ സ്റ്റാമർ എന്ന് പറഞ്ഞ വാക്കുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ബന്ധപ്പെടുത്തി രണ്ടിനെയും കൂടെ ഒരു കമ്പയർ ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് ഒരു ലൈനിലൂടെ നമുക്ക് കവി കാണിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻ
ലൈൻ ഇപ്പം നമ്മൾ 1 മുതൽ 7 വരെയുള്ള ലൈൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് 8 മുതൽ 13 വരെയുള്ള ലൈൻസ് നമുക്ക് നോക്കാം. നോക്കിയേ, ഡിഡ് ദ സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? Is it only a dialect or language itself? These questions make linguistics stammer. എന്തൊക്കെയാണ് നമുക്ക് അവിടെ കുറച്ച് വേർഡ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പ്രിസീഡ് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പ്രിസീഡ് മീൻസ് എന്താണ്? കം ബിഫോർ എന്ന് വെച്ചാൽ മുൻപിൽ വരിക എന്നുള്ളതാണ് പ്രിസീഡ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യമാണ് നമ്മളോട് കവി നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് കവി ഇട്ട് തന്നിരിക്കുകയാണ്. ഡിഡ് ദ സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? എന്താണ് ഈ വിക്ക് എന്ന് പറഞ്ഞത് ഭാഷയ്ക്ക് മുൻപേ വന്നതാണോ അതോ അത് ഭാഷ വന്നതിന് ശേഷമാണോ ഈ സ്റ്റാമർ എന്ന് പറഞ്ഞൊരു ഇത് വന്നത് എന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു കവി ഒരു ചോദ്യം ഇട്ട് തരികയാണ്. ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? എന്താണ് ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ? എ റീജിയണൽ ഓർ സോഷ്യൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജ്, അതായത് സംസാര ഭാഷ. ഈ ഭാഷയിലുണ്ടാകുന്ന ഒരു എന്താണ് ഒരു ഡിഫറൻസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്താണ് ഡയലക്റ്റ് മീൻസ് സംസാര ഭാഷ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? വിക്ക് എന്ന് പറഞ്ഞതൊരു സംസാര ഭാഷ മാത്രമാണോ അതോ അതിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഭാഷയാണോ എന്നാണ് നമ്മളോട് കവി ചോദിക്കുന്നത്. പിന്നെന്താണ്? ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ലിംഗ്വിസ്റ്റിക്സ് സ്റ്റാമർ. എന്താണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ആരെയാണെന്ന് വെച്ചാൽ ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷാ പണ്ഡിതന്മാരെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭാഷാ പണ്ഡിതന്മാർക്ക് വരെ എന്തുണ്ടാക്കുന്നു? സ്റ്റാമർ ഉണ്ടാക്കുന്നു, വിക്കുകൾ ഉണ്ടാക്കുന്നു. അതായത് ഇവിടെ ഇന്നർ മീനിങ്ങും ഉണ്ട്, ഔട്ടർ മീനിങ്ങും ഉണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല, നമ്മൾ വാ മൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കും എന്ത് തന്നെയാണ്? സ്റ്റാമറാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ആ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ നമുക്കത് തുറന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാമർ ഇല്ല, അത് നമ്മളൊരു റിയൽ പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് ജന്മനാ ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നൊരു വൈകല്യമാണ്. പക്ഷേ ഇവിടെ പോയിട്ട് പറയുന്നത് അതൊരു ഹാൻഡിക്യാപ്പ് അല്ല, അതൊരു വൈകല്യമല്ല, അത് വർത്തമാനത്തിൻ്റെ ഒരു രീതി തന്നെ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? മുൻകൈ എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു ലൈൻസിലൂടെ നമ്മളുടെ പോയറ്റ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാട്ടി തരുന്നത്. അടുത്ത് നമുക്ക് 14 മുതൽ 19 വരെയുള്ള ലൈൻസ് നോക്കാം. ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ offering a sacrifice to the god of meanings. When a all people stammer becomes their mother tongue, as it is with us now. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? Each time we stammer, we are offering a sacrifice to the god of meanings. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഭാഷാ ദൈവത്തിന് എന്ത് ചെയ്യുകയാണ്? അവർ സാക്രിഫൈസ് ചെയ്യുക, ഓഫറിങ് എ സാക്രിഫൈസ്. ഭാഷാ ദൈവത്തിന് വേണ്ടി നമ്മളൊരു ബലി എന്ത് ചെയ്യുകയാണ്? അർപ്പിക്കുകയാണ്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? വെൻ എ വോൾ പീപ്പിൾ സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. എന്താണ്? വെൻ എ വോൾ പീപ്പിൾ സ്റ്റാമർ, എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ മുഴുവൻ പേരും ഇങ്ങനെ സ്റ്റാമർ വിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ബിക്കംസ് ദെയർ മദർ ടങ്, അത് അവരുടെ എന്തായി മാറുന്നു? അവരുടെ തന്നെയുള്ള മദർ ടങ് മീൻസ് നമ്മുടെ മദർ ടങ് മലയാളം എന്ന് പറയുന്ന കൂട്ട് തന്നെ അവർ ഒരു രാഷ്ട്രം മുഴുവൻ എന്ത് ചെയ്യുന്നു? വിൽക്കുകയാണെങ്കിൽ അത് അവരുടെ എന്തായി മാറും? മാതൃഭാഷയായി മാറുന്നു. പിന്നെ പറഞ്ഞാൽ ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ, എന്താണ്? ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെ എന്നാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് കടക്കാം. 20 മുതൽ 26 വരെയുള്ള ലൈൻസ് നമുക്കൊന്ന് വായിക്കാം. ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അറ്റേർസ് ഫ്രം ഹിസ് പ്രയേഴ്സ് ടു ഹിസ് കമാൻഡ് സ്റ്റാമർ ലൈക്ക് പോയട്രി. ഗോഡ്സ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. നമ്മൾ വിശ്വസിക്കുന്നു നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ഗോഡ്, ദൈവമാണ് അല്ലേ? ദൈവം
നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോഴും ദൈവം എന്ത് ചെയ്ത് കാണും? ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമർ. ദൈവവും എന്ത് ചെയ്ത് കാണും? സ്റ്റാമർ ചെയ്ത് കാണും, വിക്കി കാണും. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ വാക്കുകൾക്കും വിവിധ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്, ഇല്ലേ? ഇപ്പം നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പല മനുഷ്യർ പല അർത്ഥങ്ങളാണ് അതിന് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്, ഇല്ലേ? പല വാക്കുകൾക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരേ മീനിങ് അല്ല ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി സേസ് ഫ്രം ഹിസ് കമാൻഡ്സ് ടു ഹിസ് പ്രയേഴ്സ് സ്റ്റേമേഴ്സ് ലൈക്സ് പോയട്രി. അതുകൊണ്ടാണ് അവൻ പറയുമ്പോഴെല്ലാം അവൻ്റെ ആജ്ഞകൾ മുതൽ, അതായത് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആജ്ഞകൾ മുതൽ ടു ഹിസ് പ്രയേഴ്സ്, എന്താണ്? അവൻ്റെ പ്രാർത്ഥനകൾ വരെ എന്ത് ചെയ്യുന്നത്? സ്റ്റാമേഴ്സ്, എന്ത് ചെയ്യുന്നത്? അവൻ വിൽക്കുന്നത്. വിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? സ്റ്റാമർ ചെയ്യുക. എന്തുപോലെ? ലൈക്ക് പോയട്രി. എന്തുപോലെയാണ്? പോയട്രി പോലെ. ഇപ്പം നമുക്കറിയാം ഒരു എന്തുമാത്രം പോയിംസ് നമ്മുടെ മുമ്പിലേക്ക് തുറന്ന് കവികൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വായിച്ചു നോക്കുമ്പോഴുള്ള ആ ഒരു പോയത്തിൻ്റെ മീനിങ് ആവണമെന്നില്ല നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ. ഓരോരുത്തരിലും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ പോയത്തിൻ്റെ മീനിങ്സ് വളരെയേറെ എന്ത് ചെയ്തിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പോയറ്റ് ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് തന്നെ ആവണമെന്നില്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുമ്പോൾ. അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണ്? ചെറിയ ഒരു പോയറ്റ് ഉണ്ട്. ഓരോരുത്തരുടെയും മൈൻഡിനുള്ളിൽ ഒരു ചെറിയ കവിയുണ്ട്. ആ കവിയുടെ സാങ്കല്പിക രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കവിത വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റാമർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ വിക്ക് എന്ന് പറഞ്ഞ ഒരു ടേമാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിലും പക്ഷെ നമ്മുടെ ഉള്ളിനുള്ളിൽ നമുക്ക് എന്താണ്? ഒരു ഇന്നർ മീനിങ് അതിലേക്ക് കൊടുത്ത് വിടാം. കാരണം വെച്ചാൽ നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യരുടെ ഉള്ളിലും എന്തുണ്ട്? സ്റ്റാമറുണ്ട്. പല കാര്യങ്ങൾ കണ്ടാലും അത് തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മളിലേക്ക് ഉണ്ടാകുന്നില്ല. അപ്പം എന്തൊരു പ്രശ്നവും ഇപ്പം സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം ഇനി ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? അല്ലെ അവരെ നമ്മൾ നാളെ ഫേസ് ചെയ്യേണ്ടതാണല്ലോ. അവരോട് ഇനി നമ്മൾ മുഖത്തടിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്ക് ദേഷ്യം വരുമോ എന്നുള്ളൊരു ചിന്ത എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മുഖത്തടിച്ച് സംസാരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് റിയലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് സത്യമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരെയും നമുക്ക് പേടിക്കാതെ എന്ത് ചെയ്യാം? ഓപ്പണായിട്ട് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു പോയത്തിലൂടെ കെ സച്ചിദാനന്ദൻ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നത്. നമ്മൾ ഓരോ മനുഷ്യരുടെ ഉള്ളിലും സ്റ്റാമറുണ്ട്. ആ സ്റ്റാമറിനെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഓവർകം ചെയ്ത് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ ഒരു മാതൃകയായി മാറുക. എന്ത് പ്രശ്നത്തെയും ഓവർകം ചെയ്ത് തരണം ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് നമ്മുടെ സൊസൈറ്റിക്ക് മുമ്പിലായിട്ട് നമ്മൾ അന്തസ്സോടെ കൂടി ജീവിക്കാൻ പ്രാപ്തരാവുക എന്നതാണ് നമ്മുടെ ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ കവി വരച്ച് കാട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെയും പിന്നെ ലൈക്കിലൂടെയും സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.